ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഐസൊലേറ്റഡ് സ്ക്വയർ ഫുട്ടിംഗ് ആണ്. വിത്ത് കോളം വിത്ത് ആക്സിയൽ ലോഡുള്ള സ്ക്വയർ ഫുട്ടിങ്ങിന്റെ ഒരു ഐസൊലേറ്റഡ് സ്ക്വയർ ഫുട്ടിങ്ങിന്റെ ഡിസൈൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ പ്രോബ്ലം നോക്കാം. ചോദ്യം ഇതാണ്: ഡിസൈൻ ആൻ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ഫോർ എ കോളം ഓഫ് സൈസ് 500 mm by 500 mm reinforced with 8 number of 25 mm diameter bars with Fe 415 steel and M25 concrete. ഇപ്പോൾ പറയുന്നത് കോളത്തിന്റെ സൈസ് ആണ്. കോളം 8 mm ഡയമീറ്റർ 8 എണ്ണം 25 mm ഡയമീറ്റർ ഉള്ള ബാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. Fe 415 സ്റ്റീലും M25 കോൺക്രീറ്റും ഉപയോഗിക്കുന്നത്. ഈ കോളത്തിൽ സബ്ജക്ട് ടു ആക്സിയൽ ലോഡ് ഓഫ് 1000 kN. കോളം is subjected to an axial load of 1000 kN. പിന്നെ സോയിലിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 220 kN/m² ആണെന്നും അറ്റ് എ ഡെപ്ത് ഓഫ് 1.25 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ടിങ്ങിന്റെ ഡിസൈനിൽ M20 കോൺക്രീറ്റ് യൂസ് ചെയ്യണമെന്നും Fe 415 സ്റ്റീൽ യൂസ് ചെയ്യണമെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി പെട്ടെന്ന് ഈ ഒരു ഹെഡിങ് നോക്കാണ്ട് ഈ പ്രോബ്ലം വായിക്കുമ്പോൾ നമുക്കത് സ്ക്വയർ ഫുട്ടിങ് ചെയ്യണോ റെക്ടാംഗിൾ ഫുട്ടിങ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ സൈസ് എന്ത് തന്നെയാണ്, കോളം സ്ക്വയർ ഷേപ്പ് ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഗോ ഫോർ എ സ്ക്വയർ ഫുട്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ബേസ് ഡയമെൻഷൻ അല്ലെങ്കിൽ സ്ക്വയർ ഫുട്ടിങ്ങിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ സൈസ് ഓഫ് ദ ഫുട്ടിങ്. ഓക്കെ, നമുക്കൊരു ഈ ഫുട്ടിങ്ങിൽ വരുന്ന ലോഡുകൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആക്സിയൽ ലോഡ് ഉണ്ടാവും, പിന്നെ ഈ വെയിറ്റ് ഓഫ് ദ ഫുട്ടിങ്ങും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യാത്തത് കൊണ്ട് വി ഡോ നോ അബൌട്ട് ദ വെയിറ്റ് ഓഫ് ദ ഫുട്ടിങ്. ഫുട്ടിങ്ങിന്റെ വെയിറ്റിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. സോ നമ്മളൊരു അസ്യൂം ചെയ്യുകയാണ്, വെയിറ്റ് ഓഫ് ദ ഫുട്ടിങ് എന്ന് പറയുന്നത് 10% ഓഫ് ദ ഗിവൺ ആക്സിയൽ ലോഡ് ആയിട്ടങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ ബേസ് ഏരിയ കാണുന്ന സമയത്ത് അസ്യൂമിങ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ഫുട്ടിങ് ആസ് 10% ഓഫ് ദ ഗിവൺ ആക്സിയൽ ലോഡ്. ഇനി ബേസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ടോട്ടൽ ലോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ ഗിവൺ ലോഡ് ഞാൻ പി ആയിട്ട് എടുത്തു. പി പ്ലസ് സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് പി ആണ്. അപ്പോൾ 0.1 പി. ഉടൻ പി കോമൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പി ഇൻറ്റു 1.1 ഡിവൈഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയും. പി എത്രയാണ്? 1000. അപ്പോൾ 1000 ഇൻറ്റു 1.1 ഡിവൈഡ് ബൈ 220 ആണ് നമ്മുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് 5 മീറ്റർ സ്ക്വയറിന് കിട്ടി. ബേസ് ഏരിയ 5 മീറ്റർ സ്ക്വയർ ആണ്. ബേസ് ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ സൈഡ് കിട്ടും. അപ്പോൾ സ്ക്വയർ ഫുട്ടിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് 2.23 മീറ്റർ 2.23 മീറ്റർ ആണ്. അത് ഞാൻ ഒന്ന് വലുതാക്കി ഞാൻ 2.25 മീറ്റർ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ വി ആർ പ്രൊവൈഡിങ് ദ സൈസ് ഓഫ് ദ ഫുട്ടിങ് ആസ് 2.25 മീറ്റർ ബൈ 2.25 മീറ്റർ. ഓക്കെ, രണ്ടും സ്ക്വയർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ, കോളവും ഫുട്ടിങ്ങും സ്ക്വയർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുട്ടിങ്ങിന്റെ സി ജിയും കോളത്തിന്റെ സെന്റർ ലൈനും എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ഹെൻസ് ദ ലോഡ് ലൈൻ വിൽ പാസ് ത്രൂ ദ സി ജി ഓഫ് ദ ഫുട്ടിങ്. ലോഡ് ആക്സിൽ ലോഡ് ആയതുകൊണ്ട് സെന്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഫുട്ടിങ്ങിന്റെ സി ജി കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ലോഡ് ലൈൻ വിൽ പാസ് ത്രൂ ദ സി ജി ഓഫ് ദ ഫുട്ടിങ്. അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് സോയിൽ പ്രഷർ, അപ്വേർഡ് ലോഡ്, അതൊക്കെയാണ് കാണേണ്ടത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ് സോയിൽ പ്രഷറാണ്. നെറ്റ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ലോഡ് ബൈ ബേസ് ഏരിയ ഓഫ് ദ ഫുട്ടിംഗ് ആണ്. ഗിവൺ ലോഡ് എന്ന് പറയുന്നത് 1000 ആണ്, ഡിവൈഡ് ബൈ ബേസ് ഏരിയ 2.25 ബൈ 2.25 വിച്ച് ഈസ് 197.53 kN/m² ആണ് നമ്മുടെ നെറ്റ് സോയിൽ പ്രഷർ. ഇനി അപ്വേർഡ് ലോഡ് പെർ മീറ്റർ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ നെറ്റ് സോയിൽ പ്രഷറിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നെറ്റ് സോയിൽ പ്രഷറിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ബേസ് ഡയമെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
which is 197.53 into 2.25. അപ്പോൾ 444.4 കിലോമീറ്റർ പെർ മീറ്റർ കിട്ടി. അപ്പോൾ നെറ്റ് സോയിൽ പ്രഷറും കിട്ടി, അപ്വേർഡ് ലോഡ് പെർ മീറ്ററും കിട്ടി. ഇത് രണ്ടിനെയും 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടേഡ്, നമ്മൾ എപ്പോഴും ഫാക്ടേഡ് വാല്യൂസ് ആണ് നമ്മൾ ഡിസൈനിൽ ഉപയോഗിക്കുക. സോ ഫാക്ടേഡ് സോയിൽ പ്രഷർ കണ്ടുപിടിച്ചു. 1.5 into 197.53 296.3 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ എന്നും ഫാക്ടേഡ് അപ്വേർഡ് ലോഡ് പെർ മീറ്റർ ലെങ്ത് എന്ന് പറയുന്നത് 444.4 into 1.5 എന്ന് പറയുമ്പോൾ 666.6 കിലോമീറ്റർ പെർ മീറ്റർ എന്നും നമുക്ക് കിട്ടി. ഈ ഒരു ലോഡാണ് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈനിൽ, ലിമിറ്റഡ് ഡിസൈനിൽ, സ്ട്രക്ചറൽ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, ഇതാണ് നമ്മുടെ കോളം ലോഡ്. ഫാക്ടഡ് അപ്വേർഡ് ലോഡ് എന്ന് പറയുന്നത് 666.6 കിലോമീറ്റർ പെർ മീറ്റർ ആണ്. 666.6 കിലോമീറ്റർ പെർ മീറ്റർ ആണ് നമ്മുടെ ഫാക്ടഡ് അപ്വേർഡ് ലോഡ്. ഇതാണ് എപ്പോഴും നമ്മുടെ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇതൊക്കെയാണ്. ഈ ബാക്കിയുള്ള ഫിഗേഴ്സും ഡയമെൻഷനും മറ്റു കാര്യങ്ങളും ഫർദർ ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ കേസ് ഇവിടെ നോക്കുക. ഇതാണ് നമ്മുടെ കോളം, കോളത്തിന്റെ സെൻട്രൽ ലൈനും ഇത് നമ്മുടെ ഫുട്ടിങ്ങിന്റെ സെൻട്രൽ ലൈനും കോളത്തിന്റെ സെൻട്രൽ ലൈനും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ്സ് എന്ന് പറയുന്നത് 2.25 മീറ്റർ ബൈ 2.25 മീറ്റർ ആണ്. അപ്പോൾ ഈ സെൻട്രൽ ഡിസ്റ്റൻസ് ഹാഫ് ആയിരിക്കും. ഇപ്പം 1125 mm അല്ലെങ്കിൽ 1.125 മീറ്റർ ആണ് ഓരോ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ സൈസ് 500x500 ആണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ഡെപ്ത് ഓഫ് ഫുട്ടിങ് ഡിസൈൻ ചെയ്യുന്നതാണ്. ഡെപ്ത് ഓഫ് ഫുട്ടിങ് ഡിസൈൻ ചെയ്ത് നമ്മൾ 1-2 ക്രൈറ്റീരിയാസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ടാണ് നമ്മൾ ആ ഡെപ്ത് ഫൈനലൈസ് ചെയ്യുക. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഡെപ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഒരു കേസിൽ നമ്മളൊരു ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യും. ആ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിൽ നിന്നും ഫേസ് ഓഫ് ദ ഫുട്ടിങ്ങിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോർഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ കോളത്തിലാണ് നമ്മൾ സെക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മാക്സിമം കാൻഡിലിവർ ലെങ്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ഓഫ് ദ ഫുട്ടിങ്, ഫേസ് ഓഫ് ദ കോളം. കോളത്തിന്റെ ഫേസിൽ നിന്ന് ഫേസ് ഓഫ് ദ ഫുട്ടിങ് വരെയുള്ള ഈ ഒരു ലെങ്ത് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ആണ് നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഈ വരച്ചിരിക്കുന്ന ലൈനാണ്, ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ വരച്ചിരിക്കുന്ന ലൈനാണ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത് 1.125 മീറ്റർ ആണ്. അതിൽ നിന്നും ഈ കോളത്തിന്റെ ഹാഫ് ഡയമെൻഷൻ കുറച്ചാൽ പോരെ. അപ്പോൾ 1125 mm മൈനസ് 250 mm. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലെങ്ത് 875 mm എന്ന് കിട്ടും. അതാണ് നമ്മുടെ മാക്സിമം കാൻഡിലിവർ ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് മാക്സിമം കാൻഡിലിവർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മാക്സിമം കാൻഡിലിവർ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2.25/2 മൈനസ് 2.25/2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫുട്ടിങ്ങിന്റെ സൈസ് ബൈ 2 മൈനസ് കോളത്തിന്റെ സൈസ് ബൈ 2. അപ്പൊ നമുക്ക് 0.875 മീറ്ററിന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ മനസ്സിൽ കാണുക. ഇതാണ് നമ്മുടെ എന്താണ് ഫേസ് ഓഫ് ദ കോളത്തിലുള്ള ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ. ഇതാണ് നമ്മുടെ കാൻഡിലിവർ ലെങ്ത്. അത് നമുക്ക് 0.87 മീറ്റർ കിട്ടി. എല്ലെന്ന് പറഞ്ഞാൽ 0.87 മീറ്റർ ആണ്. ഈ ഒരു ലോഡിങ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 666.6 കിലോമീറ്റർ പെർ മീറ്റർ ആണ് ആ ഒരു ഫാക്ടർഡ് അപ്വേർഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കാൻഡിലിവർ ടൈപ്പ് ആണ്, ഫുൾ UDL ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. WL²/2 ആണ്. WL²/2. W എത്രയാണ്? 666.6 ഇൻറ്റു L എന്ന് പറയുന്നത് 0.875² 2. വി വിൽ ഗെറ്റ് 255. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് MU ലിമിറ്റ് കണ്ടുപിടിക്കണം. MU ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ IS 456-ല്
അനക്സ് ജിയിലുള്ള ഒരു കണ്ടീഷൻ MU ലിമിറ്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് 0.36 XU max by D into 1 minus 0.42 XU max by D BD square FCK. ഇതാണ് നമ്മുടെ MU ലിമിറ്റിനുള്ള ഇക്വേഷൻ. അതിലാണ് നമുക്ക് D വരുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷനിൽ MU ലിമിറ്റിന്റെ വാല്യൂവിന് സ്ഥാനത്ത് ഈ വാല്യൂ 255.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? D കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് എപ്പോഴും ഈ ഡയറക്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ കോഡ് റെഫർ ചെയ്യണം. ഈ ഇക്വേഷന്റെ പിന്നെ XU max by D വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു സിംപ്ലിഫൈ ചെയ്തുള്ള വാല്യൂ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് MU ലിമിറ്റിന്റെ FE415 സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ MU ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.138 FCK BD സ്ക്വയർ ആണ്. FE415 ആണെങ്കിൽ ഇറ്റ് ഈസ് 0.138 FCK BD സ്ക്വയർ. ഇനി അത് FE500 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0.134. 500 ആണെങ്കിൽ 0.134 ആണ്. അതുപോലെ ഇപ്പോൾ FE250 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0.148. 0.148 ആണ് എന്തിൽ വരിക? FE250 ആണെങ്കിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് D എങ്ങനെ വിളിക്കാം? D ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് MU by RB. ഞാൻ ഇതിനെ RB എന്ന് എഴുതി. അപ്പോൾ MU by എന്ന് എഴുതാം 0.138 FCK B എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് MU എന്ന് പറയുന്നത് എനിക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടിയത്. അത് MM-ലേക്ക് ഡെപ്ത് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് ന്യൂട്ടൺ മീറ്ററിലേക്ക് MM-ലേക്ക് മാറ്റി. അപ്പോൾ 255.2 × 10⁶ ഡിവൈഡഡ് ബൈ 0.138 FCK. കോൺക്രീറ്റിന്റെ ഗ്രേഡ് 20 ആണ്. അപ്പോൾ FCK 20 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ബി നമുക്ക് എത്ര കിട്ടിയത്? 2250 ആണ്. mm 2.25 മീറ്റർ ആണ്. സോ ഇറ്റ് വിൽ ബി 2250 mm. അപ്പോൾ നമുക്ക് ഡെപ്തിന്റെ വാല്യൂ 202.7 mm എന്ന് കിട്ടി. 202.7 mm എന്ന് കിട്ടി. അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ബേസ്ഡ് ഓൺ ടൂ-വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കുകയാണ്. ടൂ-വേ ഷിയർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ അനുസരിച്ച് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിൽ നിന്നും എല്ലാ സൈഡിലേക്ക് ഒരു D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എല്ലാ സൈഡിലും D/2 മാറിയിട്ട് ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ടൂ-വേ ഷിയർ ക്രൈറ്റീരിയ. ഇനി ടൂ-വേ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫാക്ടേർഡ് സോയിൽ പ്രഷർ ഇൻറ്റു ഈ ഷിയർ ഏരിയ ചെയ്താൽ മതിയല്ലോ. ഷിയർ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ഏരിയ, നമ്മുടെ ഫുട്ടിങ്ങിന്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഈ ഒരു ഏരിയ കുറച്ചാൽ മതിയല്ലോ. ഈ ഒരു ഏരിയ കുറയ്ക്കുക. ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ കുറയ്ക്കുക. നമ്മുടെ ഫുട്ടിങ്ങിന്റെ സൈസിനെ ഞാൻ ഒരു സൈഡ് B എന്ന് വിളിച്ചെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ കിട്ടും? B സ്ക്വയർ മൈനസ് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് ചെയ്ത് കിട്ടും. ഇതിന്റെ ഏരിയ കിട്ടത്തില്ലേ? അപ്പോ നമുക്ക് ഫാക്ടേർഡ് സോയിൽ പ്രഷർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 296.3 എന്ന്. ഇനി ഫുട്ടിങ്ങിന്റെ ഏരിയ എത്രയാണ്? 2.25 × 2.25 മൈനസ് ഇതെങ്ങനെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിലേക്കും D/2 ഉണ്ട്, ഈ സൈഡിലേക്കും D/2 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണെന്നുള്ളൂ? ആഡ് ആയിട്ടുള്ളൂ D ആണ്. അപ്പൊ 0.5 + D അല്ലേ ഒരു ഈ സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ സൈഡ് എന്തായിരിക്കും? 0.5 + D ആയിരിക്കും. അപ്പൊ അതിന്റെ ഏരിയ 0.5 + D × 0.5 + D. അപ്പൊ 0.5 D സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇസ് മൈനസ് 0.5 D സ്ക്വയർ. D മീറ്റേഴ്സിലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പഞ്ചിങ് ഷിയർ ഏരിയ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ബൈ പഞ്ചിങ് പെരിമീറ്ററിന്റെ ഡെപ്ത് ഓഫ് സെക്ഷൻ ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ പഞ്ചിങ് പെരിമീറ്റർ. പഞ്ചിങ് പെരിമീറ്റർ എന്താണ്? ഇതിന്റെ പെരിമീറ്റർ എന്ന് വിളിക്കാം. 4 × 4 × 0.5 + D അല്ലേ? 4 × 0.5 + D ഇൻറ്റു ഡെപ്ത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ബൈ B1 B2 സെയിം ആണ്. അപ്പോൾ ഞാൻ എഴുതി 4 × 0.5 + D എന്ന് എഴുതി ഇൻറ്റു ഡെപ്ത് ഓഫ് സെക്ഷൻ D തന്നെയാണ്. അപ്പോൾ ഒരു യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ D നോട്ട് D തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഷിയർ ഫോഴ്സിനെ ഇത് തന്നെ അങ്ങ് എഴുതി.
അതിനെ ന്യൂട്രലിലേക്ക് മാറ്റിയാണ് 10⁻³ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു B1 ഉം B2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെപ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു 10⁻⁶. ഓക്കെ, കാരണം ഇവിടെ ഡി എല്ലാം മീറ്റേഴ്സിലാണ്. സോ എനിക്ക് MM-ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദിസ് ഷിയർ സ്ട്രെങ്ത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു KS tau c. ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു KS tau c. അപ്പോൾ IS 456 ക്ലോസ് 31.6.3 ആ ക്ലോസ് പറയുന്നുണ്ട്. അതിൽ KS tau c വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പറയുന്നുണ്ട്. KS-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 പ്ലസ് ബീറ്റ സി ആണ്. ആൻഡ് വിച്ച് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ബീറ്റ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഷോർട്ട് സൈഡ് ടു ലോങ് സൈഡ് ആണ്. ഷോർട്ട് സൈഡ് ടു ലോങ് സൈഡ് ആണ് കോളത്തിന്റെ. അപ്പൊ കോളത്തിന്റെ രണ്ട് സൈഡും എന്ത് തന്നെയാണ്, 500 mm മറ്റു 500 mm ആണ്. അപ്പൊ ബീറ്റ സിയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ 0.5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് പോകും. സോ KS-ന്റെ വാല്യൂ ലിമിറ്റ് ചെയ്തു, 1 ആയിട്ട് ലിമിറ്റ് ചെയ്തു. അപ്പൊ KS-ന്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ടോസിയുടെ വാല്യൂ 0.25 റൂട്ട് FCK ആണ്. 0.25 റൂട്ട് FCK എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന്റെ ഗ്രേഡ്. അപ്പോൾ 1.12 Nm/mm² കിട്ടി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ടോവിയുടെ വാല്യൂ ഇതോട്ട് ഇക്വേറ്റ് ചെയ്യാണ്. ടോവി ഈക്വൽ ടു 1.12 Nm/mm² ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഡി കണ്ടുപിടിച്ചു. അപ്പോൾ ഡിന്റെ വാല്യൂ 342 mm കിട്ടി. എന്താ ചെയ്തത്? ടോവിയുടെ വാല്യൂ 1.12 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഡി കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് 342 mm കിട്ടും. അത് കാൽക്കുലേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്, കാൽക്കുലേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഡിന്റെ വാല്യൂ 342 mm കിട്ടും. ഇനി അടുത്തത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വൺ വേ ഷിയർ ക്രൈറ്റീരിയ ആണ്. വൺ വേ ഷിയർ ക്രൈറ്റീരിയക്കകത്ത് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. കോളത്തിന്റെ ഫേസിൽ നിന്ന് D ഡിസ്റ്റൻസ് മാറിയിട്ട്, കോളത്തിന്റെ ഫേസിൽ നിന്നും D ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്ത് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? ഫേസിൽ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് നമുക്കറിയാം 875 mm എന്നാണ്. ഈ ഡിസ്റ്റൻസ് D ആണെന്ന് അറിയാം. അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 875 മൈനസ് D ആയിരിക്കില്ലേ? 875 മൈനസ് D ആയിരിക്കും. അത് ഓർത്തിരിക്കാം. അപ്പോ ബേസ്ഡ് ഓൺ വൺ വേ ഷിയർ, ഇപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 666.6 ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു 0.875 മൈനസ് D ആണ്. 666.6 ഇൻറ്റു 0.87 മൈനസ് D ആണ് നമ്മുടെ വൺ വേ ഷിയറിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VU ബൈ B ഇൻറ്റു D. അപ്പോൾ VU അങ്ങനെ എഴുതി ബൈ B ഇൻറ്റു D. ഇവിടെ D ഇത് കിലോമീറ്ററിലാണ്, ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ D ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്, MM-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോവിയുടെ വാല്യൂ തന്നു കിട്ടി. ഇനി നമുക്ക് ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെങ്ത് ടോസി വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടോവി. അത് IS കോഡിലെ ടേബിൾ 90-ൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടോസി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ കേസിൽ പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് ഐഡിയ ഇല്ല. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാൻ വേണ്ടിയിട്ട് ടോസി വാല്യൂ ടോവി വാല്യൂവിനെക്കാളും ഗ്രേറ്റർ ആവുന്ന കണ്ടീഷൻ വരണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാൻ വേണ്ടി അതനുസരിച്ചുള്ള ടോസി വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാൻ. അപ്പൊ നമ്മൾ ടോസി വാല്യൂ 0.36 Nm/mm² ഞാൻ അസ്യൂം ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് PT വാല്യൂ 0.25 ആണ്. ഓക്കെ, അപ്പോ ടോസി വാല്യൂ 0.36 ഞാൻ അസ്യൂം ചെയ്തു. PT വാല്യൂ 0.25% ആണെന്നുള്ളത് എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? ടോസി ടോവി ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റിംഗ് ടോസി ടോവി. ദിസ് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 0.36 ആൻഡ് ഫൈൻഡ് D. ഡിന്റെ വാല്യൂ എനിക്ക് 395 mm കിട്ടും. അതും കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. വി വിത്ത് ദ വാല്യൂ ആസ് 395 mm. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്രൈറ്റീരിയ ചെയ്തു. ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ ചെയ്തു, 2 വേ ഷിയർ ചെയ്തു, 1 വേ ഷിയർ ചെയ്തു. ഈ 3 നിന്നും വലിയ വാല്യൂ ഞാൻ എന്തെടുക്കുക? ഡെപ്ത് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 395 ആണ്. ഞാൻ കുറച്ചുകൂടെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഞാൻ
440 mm ആയിട്ട് എടുത്തു. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് D 440 mm ആയിട്ട് എടുത്തു. അപ്പൊ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് പ്ലസ് ക്ലിയർ കവർ ഓഫ് എഫക്റ്റീവ് കവർ ഓഫ് 60 mm പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടൽ ഡെപ്ത് 500 mm എന്നും എഫക്റ്റീവ് ഡെപ്ത് 440 mm എന്നും കിട്ടി. ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെജോറിറ്റി കേസുകളിലും വൺ വേ ഷിയറിന്റെ ഡെപ്ത് ആയിരിക്കും എപ്പോഴും വലുതായിട്ടുണ്ടാവുക. സോ നമുക്ക് അതിനേക്കാളും കുറച്ച് വലിയ വാല്യൂ എടുത്ത് നമുക്ക് എന്തിലേക്ക് പോവാം, ബാക്കി ഡിസൈൻ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, ടൂ വേ ഷിയറിന്റെ കണ്ടീഷൻ കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. വൺ വേ ഷിയറിന്റെ വാല്യൂ ആണ് നമ്മൾ എടുത്തുന്നുണ്ടെങ്കിൽ ടൂ വേ ഷിയറിന്റെ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് രണ്ട് രീതിക്ക് ചെയ്യാം. അപ്പോൾ SP16 എന്നുള്ള കോഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വൽ IS 456 മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഓരോ രീതിക്ക് നമുക്കത് ചെയ്യാം. അപ്പോൾ SP16 ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അത് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ MU/BD² ചെയ്യാം. MU നമുക്ക് മൊമെന്റ് നമുക്കറിയാം, B അറിയാം, ഡെപ്ത് നമുക്ക് അസ്യൂം ചെയ്ത് നമുക്കറിയാം, 440 അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ MU/BD² വാല്യൂ നമുക്ക് 0.586 എന്നുള്ള ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഒരു സിംഗിൾ റീഇൻഫോഴ്സ് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് SP16 കോഡ് അനുസരിച്ച് നമുക്ക് ഈ MU/BD² വാല്യൂ 0.586 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്റ്റീൽ വാല്യൂ നമുക്ക് 0.172% കിട്ടും. അത് ഒരു മെത്തേഡ്. ഇനി IS കോഡിലെ മെത്തേഡ് അനുസരിച്ച്, IS 456 അനക്സ് ഡിയിലെ മെത്തേഡ് അനുസരിച്ച്, അനക്സ് ഡിയിലെ ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷനിൽ MU നമുക്കറിയാം, ബിയും ഡിയും ഒക്കെ നമുക്കറിയാം, അതിൽ AST മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, AST കണ്ടുപിടിക്കാം. ആ AST വെച്ചുകൊണ്ട് ആ ഗിവൺ അപ്പോൾ നമുക്ക് കിട്ടിയ AST വാല്യൂ ഡിവൈഡഡ് ബൈ BD, B ഇൻറ്റു D ഇൻറ്റു 100 ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, പെർസെന്റേജ് സ്റ്റീൽ നമുക്ക് PT വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു PT വാല്യൂ ഇട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ PT വാല്യൂ എനിക്ക് കിട്ടിയത് 0.172% ആണ്. നമുക്കിതും ചെയ്തു നോക്കാം. ഇതാണ് കുറച്ചുകൂടെ ഈസി എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാം. ഞാനിത് ഒത്തിച്ച് പോവുകയാണ്. ഇപ്പോൾ 0.172% കിട്ടിയത്. ഇപ്പോൾ 172 ഇൻറ്റു എന്തൊക്കെ ചെയ്യാം, 2250 ഇൻറ്റു 440, 0.12 ഇൻറ്റു BD/100 ആണ് ചെയ്യേണ്ടത്. 0.12% മാറ്റാൻ ബൈ 100 ചെയ്തു ഇൻറ്റു B ഇൻറ്റു D. അപ്പോൾ എനിക്ക് 1702.8 mm² എന്ന് കിട്ടും. AST 1702.8 mm² എന്ന് കിട്ടി എനിക്ക് AST വാല്യൂ. ഇനി നമ്മൾ നേരത്തെ ഒരു അസംഷൻ ചെയ്തിട്ടുണ്ടായില്ലോ, ഒരു ടോസി വാല്യൂ 0.36 എടുത്തപ്പോൾ അടുത്ത പെർസെന്റേജ് വാല്യൂ 0.25% ആണ് കിട്ടിയത്. പക്ഷെ നമ്മൾ എത്ര കൊടുത്തിട്ടുള്ളൂ, 0.172% കൊടുത്തിട്ടുള്ളത് കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, 0.25 തന്നെ കൊടുക്കുക. 0.25/100 ഇൻറ്റു 2250 ഇൻറ്റു 440 കൊടുക്കുക. അതാണ് നമുക്ക് 2475 mm² കിട്ടിയത്. ആ ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. 2475 mm² സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് കിട്ടിയത് ഇവിടുന്ന് കിട്ടിയത് 0.172% ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത വാല്യൂ 0.25% ആണ്. അപ്പോൾ 0.25% ആണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ ഒരു വലിയ വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. പക്ഷെ നമുക്ക് ചെറിയ വാല്യൂ ഇവിടെ കിട്ടിയത് അതുകൊണ്ട് 0.25 എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ 16 ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്തു. നമ്പർ ഓഫ് ബാർ ഓടിക്കാൻ ടോട്ടൽ ഏരിയ ബൈ ഒരു ഏരിയയുടെ ക്രോസ് സെക്ഷൻ ഏരിയ, അപ്പോൾ 30 നമ്പർ ഓഫ് ബാർ എന്ന് കിട്ടി. അപ്പോൾ വി ആർ പ്രൊവൈഡിങ് 30 നമ്പർ ഓഫ് ബാർസ് ഈക്വലി ഓൺ വിഡ്ത്ത് ഓഫ് 2.25 മീറ്റർ ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും സെയിം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. വിഡ്ത്തിൽ രണ്ട് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡയറക്ഷനിൽ നമ്മൾ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിനെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. ഡെവലപ്മെന്റ് ലെങ്ത് ചെക്ക് ചെയ്യാം. ഇത് രണ്ട് സൈഡിലും അവൈലബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ലെങ്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് ബാർ ഇൻ ടെൻഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ 16 ഡയമീറ്റർ ബാർ ആണ്. ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 5 × σs/4 tau BD ആണ്. 5 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബാർ ആണ്. അപ്പോൾ 16 ആണെന്ന് നമുക്കറിയാം.
സിഗ്മ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ ബാർ എന്നാണ് ചോദിച്ചു പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.87 ഇൻറ്റു FY ആണ്. 0.87 ഇൻറ്റു FY. FY എന്ന് പറയുമ്പോൾ 415 ആണ്. 0.87 ഇൻറ്റു 415 ആണ് നമ്മുടെ സിഗ്മ എസ് എന്ന് പറയുന്നത് ബൈ 4 ഇൻറ്റു ടോ ബി ഡി വാല്യൂ ഈ ഒരു ക്ലോസിൽ നിന്ന് നമുക്ക് കോൺക്രീറ്റിന്റെ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോ ബി ഡി വാല്യൂ നമ്മുടെ കോൺക്രീറ്റ് ഗ്രേഡ് M20 ആണ്. ഇപ്പോൾ ടോ ബി ഡി വാല്യൂ 1.2 ആണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 47.5 എന്ന് കിട്ടും. അപ്പോൾ അത് 752 mm ആണ്. ഓക്കെ, 752 mm. നമ്മുടെ കാൻലിവർ ലെങ്ത് 875 mm ആണ്. അതിൽ നിന്നൊരു ഒരു കവർ, ഒരു 75 mm കവർ കുറച്ചിട്ട് ഉള്ളതാണ് നമ്മുടെ ആക്ച്വൽ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു 875 നമ്മൾ കാൻലിവർ ലെങ്ത്, അതിൽ നിന്നൊരു കവർ ആയിട്ടുള്ള 75 കുറച്ചു. അപ്പോൾ നമുക്ക് 800 mm ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആക്ച്വൽ ഡെവലപ്മെന്റ് ലെങ്ത്. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 752 ആണ്. അപ്പോൾ കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണ്, അവൈലബിൾ ആക്ച്വൽ ഡെവലപ്മെന്റ് ലെങ്ത് ഓക്കെ ആണ്. സോ അപ്പോൾ ടെൻഷന്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി അടുത്തത് ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് ബാർസ് ഇൻ കംപ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 45 എന്നാണ് കിട്ടുക. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടേബിൾ വരുന്നത് പേജ് നമ്പർ 43 ഓഫ് IS 456 വരുന്നത്. ഈ ഒരു ടേബിളിന് താഴെ രണ്ട് നോട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു ഡീഫോംഡ് ബാർസ് ആണെന്നുണ്ടെങ്കിൽ ടോ ബി ഡി വാല്യൂ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 60%. ഡീഫോംഡ് ബാർസ് ആണെങ്കിൽ ടോ ബി ഡി വാല്യൂ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 60%. അതുപോലെ ഒരു കംപ്രഷൻ ആണെന്നുണ്ടെങ്കിലും ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 25%. ഇത് പറയുന്നുണ്ട്. കംപ്രഷൻ ആണെങ്കിലും ടോ ബി ഡി വാല്യൂ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 25%. സോ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 5 നമുക്കറിയാം, സിഗ്മ എസിന്റെ വാല്യൂ നമുക്കറിയാം, 4 ടോ ബി ഡി വാല്യൂ നമുക്ക് കിട്ടി 1.2. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 1.6 മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 1.25 മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 60% ആൻഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 1.6 ഒരു 1.25 എക്സ്ട്രാ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്തിന്റെ വാല്യൂ 45 എന്ന് കിട്ടും. അത് നമ്മുടെ ഒറിജിനൽ വാല്യൂ ആയിട്ടുള്ള 800 mm, 875 മൈനസ് 75 mm എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെന്നുള്ളത് നോക്കുക. ഈ കേസിൽ അത് ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ചെക്ക് ഫോർ ട്രാൻസ്ഫർ ഓഫ് ലോഡ് ഫ്രം കോളം ടു ഫൗണ്ടേഷൻ. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലോഡ്? കോളത്തിൽ നിന്ന് ഫൗണ്ടേഷനിലേക്കുള്ള ലോഡ് ട്രാൻസ്ഫറിന്റെ ചെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കുക. പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഇങ്ങനെയാണ്: 0.45 FCK റൂട്ട് A1/A2. അത് ക്ലോസ് 34.4 ഒരു ക്ലോസിലാണ് അത് വരിക. 34.4 എന്ന ക്ലോസിലാണ് അത് വരിക. അതില് ആ ക്ലോസ് എന്ന് പറയുന്നത് പേജ് നമ്പർ 65 വരുന്നത്. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് A1/A2 വാല്യൂ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 2ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ A2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഡഡ് ഏരിയ അറ്റ് ദ കോളം ബേസിന്റെ ഏരിയ. ഇപ്പൊ ബേസ് ഏരിയ ചോദിച്ചിരിക്കുന്നത്, കോളത്തിന്റെ ബേസ് ഏരിയ എന്താണ്? 500/500 ആണ്. അതുപോലെ A1ന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ക്ലോസിലെ സ്റ്റേറ്റ്മെന്റിനെ വായിക്കാം: സപ്പോർട്ടിംഗ് ഏരിയ ഫോർ ബിയറിംഗ് ഓഫ് ഫുട്ടിംഗ് which is sloped or stepped footing may be taken as the area of the lower base of the large frustum of a pyramid or cone having its upper base the actual area loaded and having side slope of 1 vertical to 2 horizontal. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ലാർജ് ഫ്രസ്റ്റം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രസ്റ്റം ഓഫ് പിരമിഡ് അല്ലെങ്കിൽ കോൺ നമ്മൾ കൺസിഡർ ചെയ്യുക. അതില് ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോളത്തിന്റെ തന്നെയാണ്, ബേസ് ഏരിയ തന്നെയാണ്. ടോപ്പ് എന്ന് പറയുന്നത് കോളത്തിന്റെ ബേസ് ഏരിയ തന്നെയാണ് വരിക. വിത്ത് സൈഡ് സ്ലോപ്പ് 1 vertical to 2 horizontal സൈഡ് സ്ലോപ്പ് വരുന്ന ഒരു ഫ്രസ്റ്റം കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫ്രസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കോണോ അല്ലെങ്കിൽ പിരമിഡിന്റെ ഫ്രസ്റ്റം ഉണ്ടാവും. അതിന്റെ ബേസ് ഏരിയ നമ്മൾ കാണേണ്ടത്. ആ ബേസ് ഏരിയ ആണ് നമ്മൾ എന്ത് പറയുക? A1 എന്ന് പറയുക. അതെങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡും ഞാൻ കിട്ടുന്ന വെച്ചാൽ ഈ 500ന്റെ കൂടെ എന്ത് ചെയ്യുക? ആ സൈഡ് സ്ലോപ്പും കൂടെ നോക്കുക. അപ്പൊ നമുക്ക് 2 × 2 × 500 എന്ന് കിട്ടും. രണ്ട് സൈഡും സെയിം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? 500 + 2 × 2 × 500 ചെയ്യുക. അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാം? 2500/2500 എന്ന് കിട്ടും.
അപ്പൊ നമുക്ക് പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് എങ്ങനെ പിടിക്കാം? 0.45 ഇൻറ്റു FCK വാല്യൂ 20 ആണ്. റൂട്ട് ഓഫ് A1/A2 നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വാല്യൂ 2-നേക്കാളും കൂടി പോകും. സോ വി ക്യാൻ ലിമിറ്റ് ഇറ്റ് ടു വാല്യൂ 2 ആയിട്ട് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ 0.45 ഇൻറ്റു 20 ഇൻറ്റു 18 MPa ആണ് നമ്മൾ പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ്. അതുപോലെ ആക്ച്വൽ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ ലോഡ്, ഇനിഷ്യൽ ആക്സിൽ ലോഡ് ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് ദ ഫുട്ടിംഗ് ആണ്, ഏരിയ ഓഫ് ദ കോളം. അപ്പോൾ ഇനിഷ്യൽ ലോഡ് 1000 ആണ്, അതിനെ എന്ത് ചെയ്തു, ഫാക്ടർ ചെയ്തു, അത് കിലോമീറ്ററിലായതുകൊണ്ട് ന്യൂട്ടണിലേക്ക് മാറ്റി, ഡിവൈഡ് ബൈ 500/500. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 6 MPa ആണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് 6 MPa കിട്ടിയുള്ളൂ, പെർമിസിബിൾ 18 MPa ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ചെക്കും ഓക്കെ ആയി. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്കാണ് പോണത്. അപ്പോൾ ഡീറ്റെയിലിങ്ങിനകത്ത് ഇതാണ് നമ്മുടെ ഫൂട്ടിങ്, ഇത് നമ്മുടെ കോളം ഫൂട്ടിങ്. അപ്പോൾ താഴെ നമ്മൾ എന്ത് കൊടുത്തു, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ റീഇൻഫോഴ്സ്മെന്റ് എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് 16 ഡയമീറ്റർ അറ്റ് 170 cm ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ആ ഒരു കവർ 75 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡെപ്ത് 1.25 മീറ്ററിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെവലപ്മെന്റ് ലെങ്ത് ആണ്, ഈ പറയുന്നത് കാണിച്ചിട്ടുണ്ട്, ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. പിന്നെ ഡെപ്ത്, ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 500 mm ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുന്നത്, റീഇൻഫോഴ്സ്മെന്റിന്റെ ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ഇതാണ്. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.